ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മതാധ്യാപക പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവാഹം എന്ന കൂദാശയെ കുറിച്ചാണ് പഠിച്ചത്. ഈ ആഴ്ച വിവാഹം എന്ന കൂദാശയുടെ ഫലങ്ങൾ, ദാമ്പത്യ സ്നേഹത്തിന്റെ നന്മകളും അവശ്യ ഘടകങ്ങളും, ഗാർഹിക സഭ എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുന്നത്. 1638 പാരഗ്രാഫ് മുതൽ 1658 വരെയുള്ള ഭാഗങ്ങളാണ് നാം ഇന്ന് പാഠ്യഭാഗമായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കൊരു വചനത്തിലൂടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. അങ്ങനെ പിതാവായ ദൈവം പുരുഷൻ, അതായത് ആദത്തിന് ചേർന്ന ഒരു ഇണയെ സൃഷ്ടിച്ച് അവന് നൽകി. ഇതിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പിതാവായ ദൈവം വിവാഹം എന്ന കൂദാശ വിഭാവനം ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പറുദീസായിൽ ദൈവം വിഭാവനം ചെയ്ത സ്ത്രീ പുരുഷ ബന്ധമാണ് വിവാഹം. നമുക്കറിയാം, എല്ലാ മതത്തിൽപ്പെട്ട വ്യക്തികൾ തമ്മിൽ വിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം എങ്ങനെയാണ് ക്രൈസ്തവ വിവാഹം വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ വിവാഹത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ കാതലായ ആശയങ്ങൾ എന്തെല്ലാമാണ്? ഏറ്റവും ആദ്യം തന്നെ ഒന്നാമതായിട്ട് ക്രൈസ്തവ വിവാഹം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. അതായത് വിവാഹം എന്നൊരു സാമൂഹിക സത്യത്തെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഒരു കൂദാശയായിട്ട് സ്ഥാപിച്ചു. ഇതിൽ നിന്ന് ദമ്പതികൾക്ക് എന്താ ലഭിക്കുന്നത്? ഇതൊരു കൂദാശയായത് വഴി ദമ്പതികൾക്ക് അവരുടെ ദാമ്പത്യത്തിന്റെ മഹാത്മ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ കടമകൾ നിർവഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. രണ്ടാമത്തെ കാതലായ ആശയം എന്ന് പറയുന്നത് ഇത് ജ്ഞാനസ്നാനം സ്വീകരിച്ച 2 വ്യക്തികൾ ചേർന്നെടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഇവിടെ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു കരാറല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. കരാർ എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്? ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു വ്യവസ്ഥയോ കൈമാറ്റം ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇവിടെ ഉടമ്പടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 വ്യക്തികളുടെ പരസ്പര സമർപ്പണമാണ്. അതായത് പഴയ നിയമത്തില് പിതാവായ ദൈവവും ഇസ്രായേലും ചേർന്ന് ഒരു ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇതിലെന്താ സംഭവിക്കുന്നത്? പിതാവായ ദൈവം ഇസ്രായേലിന് തന്നെ ദൈവമായിട്ട് നൽകുകയാണ്. അതുപോലെ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പരസ്പരമുള്ള ഒരു സമർപ്പണം കാണാൻ സാധിക്കും. ക്രൈസ്തവ വിവാഹം എന്ന് പറയുന്നത് പരസ്പരമുള്ള ഒരു സമർപ്പണമാണ്. അതായത് ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള അവരുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് 2 വ്യക്തികൾ മാത്രമായിട്ടുള്ള ഒരു ഉടമ്പടിയല്ല, മറിച്ച് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയായിട്ട് അത് ഉയർത്തപ്പെടുകയാണ്. അതായത് യഥാർത്ഥമായ ദാമ്പത്യ സ്നേഹം ദൈവസ്നേഹത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് പരസ്പര സമ്മതം. അതായത് പരസ്പര സമ്മതമാണ് ഒരു വിവാഹത്തെ വിവാഹമാക്കി മാറ്റുന്നത്. വിവാഹം എന്ന കൂദാശയില് ദമ്പതികൾ തന്നെ നൽകുകയും അതുപോലെ തന്നെ പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആ പരസ്പര സമ്മതത്തെ പിതാവായ ദൈവം ആ കൂദാശയിലൂടെ അംഗീകരിച്ച് മുദ്ര വെക്കുകയാണ് ചെയ്യുന്നത്. പരസ്പര സമ്മതമില്ലാത്ത ഒരു വിവാഹം ഒരിക്കലും സാധുവായിരിക്കില്ല, അത് അസാധുവായിരിക്കും. 4ാമത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഈ വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ്. ഈ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കല് ജീവന്റെ പങ്കുവയ്ക്കലിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവയാണ് പ്രധാനപ്പെട്ട ക്രൈസ്തവ വിവാഹത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമതായിട്ട് ക്രൈസ്തവ വിവാഹം ഒരു കൂദാശയാണ്. 2ാമത്തെ പോയിന്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ച 2 വ്യക്തികൾ ചേർന്നെടുക്കുന്ന ഉടമ്പടിയാണ്. 3ാമത്തെ പോയിന്റ് പരസ്പരമുള്ള അവരുടെ സമ്മതമാണ് ആ വിവാഹത്തെ വിവാഹമാക്കി മാറ്റുന്നത്. 4ാമത്തത് ദമ്പതികളുടെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലും അതോടൊപ്പം തന്നെ ജീവന്റെ പങ്കുവയ്ക്കലും. വിവാഹത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് വിവാഹം എന്ന കൂദാശയുടെ ഫലങ്ങളെ കുറിച്ച് നമുക്കൊന്നറിയാം. എന്തായിരിക്കും വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? സാധുവായ ഒരു വിവാഹം വഴി 2 വ്യക്തികൾ, അതായത് ദമ്പതികൾ തമ്മിൽ ശാശ്വതവും അന്യമുക്തവുമായ ഒരു ബന്ധം സംജാതമാകുന്നു. അതായത് എന്നും നിലനിൽക്കുന്നതും എന്നാൽ ഒരിക്കലും വേർപിരിക്കാനാകാത്തതുമായ ഒരു ബന്ധം ഈ വിവാഹം എന്ന കൂദാശയിലൂടെ രൂപപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വിവാഹം എന്നത് ഒരു ദൈവസ്ഥാപിത പ്രവൃത്തിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് ഫരിസേയര് യേശുവിനോട് വിവാഹമോചനത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ യേശു എന്താ അവരോട് പറയുന്നത്? 6ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അതായത് വിവാഹം എന്ന് പറയുന്നത് ദൈവം യോജിപ്പിച്ച ഒരു ബന്ധമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും
ശാരീരികമായ സംയോഗത്താൽ അവർ പൂർണ്ണമാക്കിയതുമായ ഈ വിവാഹം എന്ന കൂദാശ ഒരിക്കലും വേർപെടുത്താൻ പാടില്ലാത്ത ഒരു ബന്ധമാണ്. വിവാഹം എന്ന കൂദാശ ഒരിക്കലും അസാധുവാക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഈ ദൈവനിശ്ചയത്തിനെതിരെ വിധിക്കാനായിട്ട് സഭയ്ക്ക് പോലും അധികാരമില്ല. അപ്പോൾ വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് സുനിശ്ചിതവും ശാശ്വതവുമായ ഒരു ബന്ധം രൂപപ്പെടുന്നത്. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് വിവാഹം എന്ന കൂദാശയുടെ ലഭിക്കുന്ന കൃപാവരം. നമുക്ക് എല്ലാവർക്കും അറിയാം കൂദാശ എന്ന വാക്കിന് അർത്ഥം എന്താ? കൂദാശ എന്നാൽ എന്താണ്? അദൃശ്യമായ ദൈവിക കൃപാവരം നമ്മിലേക്ക് ഒഴുക്കുന്നതിനായി ക്രിസ്തു സഭയിലൂടെ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങൾ. അപ്പോൾ വിവാഹം എന്ന് പറയുന്നതും ഒരു അടയാളമല്ലേ? എല്ലാ കൂദാശകളിലൂടെയും നമുക്ക് കൃപാവരം ലഭിക്കുന്നുണ്ട്. മാമോദീസായിലൂടെ നമുക്ക് എന്ത് കൃപാവരം ലഭിക്കുന്നേ? മാമോദീസായിലൂടെ നമ്മൾ ഉത്ഭവ പാപത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദൈവമക്കളായിട്ട് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് എന്ത് കൃപാവരം ലഭിക്കുന്നേ? നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ വിവാഹം എന്ന കൂദാശയിലൂടെയും ഈ ദമ്പതികൾക്ക് ഒത്തിരി കൃപാവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കൃപാവരം എന്ന വാക്കിന് അർത്ഥം എന്താ? സഹായം അല്ലെങ്കിൽ വരം. അപ്പൊ എന്തൊക്കെ കൃപാവരം നമുക്ക് വിവാഹത്തിലൂടെ ലഭിക്കുന്നത്? ഏറ്റവും ആദ്യമേ തന്നെ വിവാഹം എന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികൾ, അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നാവാണ്. അവരുടെ സ്നേഹത്തിന്റെ ആഴപ്പെടലിനുള്ള കൃപ ലഭിക്കുന്നു. അവരുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താനുള്ള കൃപ ലഭിക്കുന്നു. അവരുടെ ജീവിതം വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ലഭിക്കുന്നു. അവരുടെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താനുള്ള കൃപ ലഭിക്കുന്നു. നമുക്കറിയാം എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിത ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ എത്തിച്ചേരാം. ഈ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കൃപയും ലഭിക്കുന്നത് എവിടുന്ന? ഈ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹം എന്ന കൂദാശയിലൂടെ നമുക്ക് ഒത്തിരി കൃപാവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വിവാഹം എന്ന കൂദാശയുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ. വിവാഹം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന കൃപാവരവും ഒരിക്കലും വേർപിരിക്കാനാകാത്ത ബന്ധവും. ഈ കൂദാശയിൽ നിന്ന് ലഭിക്കുന്ന ഈ കൃപാവരത്തിന്റെ ഉറവിടം ആരാണ്? നമുക്കറിയാം, അത് ക്രിസ്തുവാണ്. ക്രിസ്തു പഴയ നിയമത്തില് സീനായി മലയിൽ വെച്ച് പിതാവായ ദൈവം ഉടമ്പടിയിലൂടെ തൻ്റെ ജനത്തെ കണ്ടുമുട്ടിയതുപോലെ വിവാഹം എന്ന കൂദാശയിലൂടെ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും, അതായത് ദമ്പതികളെ കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ട മാത്രമല്ല ചെയ്യുന്നത്, ക്രിസ്തു അവരോടൊപ്പം വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ക്രിസ്തു നമ്മോടൊപ്പം വസിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കാന്ന്. ഇതുപോലെ ക്രിസ്തു നമ്മുടെ കൂടെ വസിക്കുന്നു, അതായത് ദമ്പതികളോട് കൂടെ വസിക്കുമ്പോൾ അവർക്ക് എന്താ ലഭിക്കുക? അവരുടെ ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കുന്നു. പിന്നെ അവരുടെ ബന്ധത്തെ ശുദ്ധീകരിക്കുന്നു, അവരുടെ ബന്ധത്തെ പൂർണ്ണമാക്കുന്നു. ഇതെല്ലാം ക്രിസ്തു അവരുടെ കൂടെ വസിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ വിവാഹം എന്ന കൂദാശയിലൂടെ ക്രിസ്തു ദമ്പതികളോടൊപ്പം വസിക്കുകയാണ്. ഇനി നമുക്ക് വിവാഹം എന്ന കൂദാശയുടെ, അതായത് ദാമ്പത്യ സ്നേഹത്തിന്റെ നന്മകളും അവശ്യ ഘടകങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. വിവാഹം എന്ന കൂദാശയുടെ കൃപാവരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ദാമ്പത്യ സ്നേഹത്തിന്റെ നന്മകളും അവശ്യ ഘടകങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിവാഹം എന്ന കൂദാശയിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് കാണുന്നത്. അതായത് അവരുടെ ശരീരത്തിന്റെ ഐക്യം മാത്രമല്ല, ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും എല്ലാം ഐക്യം വിവാഹം എന്ന കൂദാശയിലൂടെ യേശു ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ആദ്യമേ തന്നെ ഏറ്റവും വലിയൊരു അവശ്യ ഘടകം എന്ന് പറയുന്നത് വിവാഹത്തിലെ അവിഭാജ്യത. എന്താണ് അവിഭാജ്യത എന്ന വാക്കിനർത്ഥം? ഒരിക്കലും വിഭജിക്കാൻ സാധിക്കാത്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അതായത് വിവാഹം എന്നത് ദൈവസ്ഥാപിത പ്രവൃത്തിയാണ്. അത് മനുഷ്യന് വേർപ്പെടുത്താനുള്ള ഒരു അധികാരവുമില്ല. വിവാഹം എന്ന കൂദാശയിലൂടെ ദമ്പതികളുടെ ഒരു കൂട്ടായ്മയാണ് രൂപപ്പെടുന്നത്. ഈ കൂട്ടായ്മ അത് രണ്ട് വ്യക്തികളുടെ കൂട്ടായ്മയല്ല, മറിച്ച് ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയാണ് വിവാഹം എന്ന കൂദാശയിലൂടെ രൂപപ്പെടുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ എന്തിനേക്ക് സഹായിക്കുന്നവരെ? അവർക്ക് കൂടുതൽ സ്നേഹിക്കാൻ, അവരുടെ ബന്ധത്തെ ആഴപ്പെടുത്താൻ, അവരുടെ ബന്ധത്തെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ, പരിപൂർണമാക്കാൻ എല്ലാം യേശുവുമായിട്ടുള്ള കൂട്ടായ്മ അവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ ജീവിതം, അവരുടെ വിശുദ്ധ കുർബാന സ്വീകരണം, ഇതെല്ലാം അവരുടെ ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ദാമ്പത്യ സ്നേഹത്തിൽ ഏറ്റവും അവശ്യ ഘടകമായിട്ട് ഒന്നാമത്തേതാണ് അവിഭാജ്യത. രണ്ടാമത്തേതാണ് വിവാഹത്തിലെ ഏകത്വം. അതായത് ഒരു പുരുഷന് ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്.
ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്നുള്ളതൊന്നും ഒരു യഥാർത്ഥമായ വിവാഹത്തിൽ പാടില്ലാത്ത കാര്യങ്ങളാണ്. വിവാഹബന്ധത്തിൽ ദമ്പതികൾക്ക് തുല്യ അന്തസ്സാണ് ലഭിക്കുന്നത്. ഈ ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്ന് പറയുന്ന അവസ്ഥകളെല്ലാം ഈ തുല്യ അന്തസ്സിന് എതിരായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ദാമ്പത്യ സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികളാണ്. അടുത്ത അവശ്യ ഘടകം എന്ന് പറയുന്നത് ദാമ്പത്യ സ്നേഹത്തിലെ വിശ്വസ്തത. നമുക്കറിയാം, ഒരു നല്ല കുടുംബ ബന്ധത്തിന് ദമ്പതികൾ തമ്മിൽ ഒരിക്കലും ലംഘിക്കാത്ത വിശ്വസ്തത അനിവാര്യമാണ്. അത് നല്ല കുടുംബ ജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും മാതാപിതാക്കളുടെ, അതായത് ദമ്പതികളുടെ വിശ്വസ്തത അനിവാര്യമാണ്. ഈ വിശ്വസ്തതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഏതാ? പിതാവായ ദൈവം സീനായി മലയിൽ വെച്ച് ഇസ്രായേലുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിലൂടെ പിതാവായ ദൈവം കാണിച്ച വിശ്വസ്തത, അല്ലെങ്കിൽ ക്രിസ്തു സഭയോട് കാണിക്കുന്ന വിശ്വസ്തത, ഇതൊക്കെയാണ് ഈ വിശ്വസ്തത എന്ന വാക്കിന് ഏറ്റവും ആഴമേറിയ പ്രേരക ഘടകം. ദമ്പതികളെ വിവാഹം എന്ന കൂദാശയിലൂടെ ഈ വിശ്വസ്തതയ്ക്ക് സാക്ഷ്യം നൽകണം. ഈ വിശ്വസ്തതയ്ക്ക് ഏറ്റവും സഹായിക്കുന്നത് അവരുടെ സ്നേഹം തന്നെയാണ്. ഈ സ്നേഹം സുനിശ്ചിതത്വം ആവശ്യപ്പെടുന്നു. അതായത് താൽക്കാലികമായ സ്നേഹമായി ആവരുതൊരിക്കലും ദമ്പതികൾ തമ്മിൽ, മറിച്ച് ജീവിതാവസാനം വരെ എന്നും നിലനിൽക്കുന്നതായ ഒരു സ്നേഹമായിരിക്കണം ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത്. ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം ഈ ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ആ വിശ്വസ്തതയ്ക്ക് ദൈവസ്നേഹത്തിലൂടെ സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കണം. ചില വ്യക്തികൾ ചില കാരണങ്ങളാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള സമയങ്ങളിൽ ശാരീരികമായിട്ട് അവർക്ക് വെവ്വേറെ സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള അധികാരം സഭ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരാകാതിരിക്കുന്നില്ല. ക്രിസ്തുവിന്റെ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ്. അവർ അനുരഞ്ജനപ്പെട്ട് പരസ്പരം ക്ഷമിച്ച് വീണ്ടും ഒത്തൊരുമിച്ച് പോകണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില വ്യക്തികൾ കോടതിയുടെ സഹായത്തോടെ സിവിൽ നിയമം അനുസരിച്ചിട്ട് വിവാഹമോചനം നേടുന്നുണ്ട്. ഇവര് പുതിയൊരു വിവാഹം ചെയ്യുന്നു. ഇതൊന്നും സഭ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ദാമ്പത്യ ബന്ധത്തില് ഒരിക്കലും ഒരു പഴയ വിവാഹം, അതായത് തന്റെ വിവാഹം സാധുവായിരിക്കുമ്പോൾ പുതിയൊരു വിവാഹത്തിന് സഭ അനുവദിക്കുന്നില്ല. ഈ വ്യക്തികൾ ഇങ്ങനെയുള്ള ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും ഒരു പദവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർത്തവ്യം ചുമതല ഏറ്റെടുക്കാനോ അധികാരമില്ല. അവര് പശ്ചാത്തപിച്ച് പൂർണ്ണ വിരക്തി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ പങ്കാളിയിൽ നിന്ന് മാറി, അതായത് ബ്രഹ്മചര്യ വ്രതത്തിലൂടെ മുന്നേറി അനുരഞ്ജനപ്പെട്ടാൽ മാത്രമാണ് അവർക്ക് അനുതാപ കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുകയുള്ളൂ. പക്ഷേ മാമോദീസായുടെ സഭാ മക്കളായി തീർന്ന അവരൊരിക്കലും സഭ അവരെ മാറ്റി നിർത്തുന്നില്ല. സഭ അവരോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട്. അവരെ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനും വിശുദ്ധ കുർബാനയിൽ കൂടുതൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അവരുടെ മക്കൾക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകാനും എല്ലാം സഭ താല്പര്യം കാണിക്കുന്നുണ്ട്. വിവാഹം എന്ന കൂദാശയുടെ അടുത്ത അവശ്യ ഘടകം എന്ന് പറയുന്നത് ഫലപുഷ്ടിക്കായിട്ടുള്ള തുറന്ന മനസ്സാണ്. വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദമ്പതികളുടെ ആഴമേറിയ സ്നേഹത്തിലുള്ള ജീവിതമാണ്. പക്ഷേ പിതാവായ ദൈവം നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണാം, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. തന്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മെ പങ്കുകാരാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് എന്താ പറയുന്നത്? സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുക എന്ന, അതായത് ദമ്പതികളുടെ ആ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കല് ജീവന്റെ പങ്കുവയ്ക്കലിലേക്ക് എത്തിച്ചേരണമെന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. വിവാഹം എന്ന കൂദാശയുടെ ലക്ഷ്യത്തിൽ ഒന്നാണ്, അതായത് നമ്മുടെ കുടുംബങ്ങളെ വളർത്തുന്ന അല്ലെങ്കിൽ ധന്യമാക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തോട് സഹകരിക്കാനായിട്ട് എല്ലാ ദമ്പതികളെയും സജ്ജമാക്കുക എന്നത്. അങ്ങനെ തങ്ങളുടെ സ്നേഹത്തിൽ ഉണ്ടായ കുഞ്ഞു മക്കളെ വിശുദ്ധിയിലും അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയിലെല്ലാം മാതാപിതാക്കൾക്ക് നല്ലൊരു പങ്കുണ്ട്. മാതാപിതാക്കളാണ് ഓരോ മക്കളുടെയും പ്രഥമ അധ്യാപകർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകർ.
അതോർത്ത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് അവരുടെ ജീവിതം ഒരിക്കലും പരിപൂർണമാക്കാൻ സാധിച്ചില്ല എന്ന് ഒരിക്കലും വേദനിക്കാൻ പാടില്ല. കാരണം അവർക്ക് എങ്ങനെ അവരുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാം? പരസ്പരമുള്ള സ്നേഹത്തിലൂടെ, പ്രവർത്തികളിലൂടെ, ആതിഥ്യ മര്യാദയിലൂടെ എല്ലാം അവരുടെ ജീവിതത്തെ പ്രകാശമാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അടുത്തതായിട്ട് ഗാർഹിക സഭയെ കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിൽ ഓരോ കുടുംബവും ഒരു ചെറിയ സഭയാണ്. അതായത് എല്ലാ വ്യക്തികളും അവരുടെ ക്രിസ്തു വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് കുടുംബങ്ങളെ ഗാർഹിക സഭ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്താനായിട്ട് സഹായിക്കുന്നവർ. അതുകൊണ്ട് അവരെ നമുക്ക് പ്രഥമ അധ്യാപകർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകർ എന്ന് വിശേഷിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും മാമോദീസായിലൂടെ രാജകീയ പൗരോഹിത്യത്തിൽ നമ്മൾ അംഗങ്ങളായി തീരാണ്. നമുക്ക് കുടുംബങ്ങളിലൂടെ എങ്ങനെ ഈ രാജകീയ പൗരോഹിത്യത്തിന്റെ ദൗത്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും? കൂദാശകളുടെ സ്വീകരണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരസ്പരമുള്ള സ്നേഹത്തിലൂടെ, കൃതജ്ഞതാ പ്രകാശത്തിലൂടെ, വിശുദ്ധ ജീവിത സാക്ഷ്യത്തിലൂടെയെല്ലാം മക്കൾക്കും മാതാപിതാക്കൾക്കും മറ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാമോദിസ പൗരോഹിത്യം നിർവഹിക്കാനായിട്ട് സാധിക്കുന്നു. ഈ കുടുംബത്തെ നമുക്ക് പ്രഥമ വിദ്യാലയം എന്നും വിശേഷിപ്പിക്കാം. അതെന്തുകൊണ്ടാണ് കുടുംബത്തെ പ്രഥമ വിദ്യാലയം എന്ന് വിശേഷിപ്പിക്കുന്നത്? കാരണം കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുന്നത്, പരസ്പരം പങ്കുവയ്ക്കാൻ പഠിക്കുന്നത്, ക്ഷമിക്കാൻ പഠിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്, ദൈവാരാധനയ്ക്കും ജീവിത സമർപ്പണത്തിനും എല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചെറിയ സഭ തന്നെയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും വിവാഹം എന്ന കൂദാശയുടെ ഫലങ്ങൾ, വിവാഹം എന്ന കൂദാശയുടെ സ്വഭാവം, ദാമ്പത്യ സ്നേഹത്തിന്റെ അവശ്യ ഘടകങ്ങൾ, ഗാർഹിക സഭ എന്നിവയെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും മതാധ്യാപക പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.